നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ ആഘോഷ ആരവങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യയെ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഖത്തറിൽ നിന്ന് പുറത്തു വരുന്നത്. ഖത്തറിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിനിടെ വിവാദ ഇസ്ലാമിക പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ മതപ്രഭാഷണങ്ങൾ നടത്താൻ ഖത്തർ ഭരണകൂടം ക്ഷണിച്ചത് വിവാദമാവുകയാണ്. വിദ്വേഷ പ്രസംഗം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളിയായ സാക്കിർ നായിക് ഏറെ നാളായി മലേഷ്യയിൽ അഭയം കണ്ടെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് ഖത്തറിന്റെ അതിഥിയായി ഇയാൾ ലോകകപ്പ് സമയത്ത് ദോഹയിൽ എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. അൽ ഖ്വയ്ദയുടെ പിന്തുണക്കാരനായാണ് നായിക്കിനെ വിലയിരുത്തുന്നത്. അൽ ഖ്വയ്ദയുടെ പിന്തുണക്കാരനും തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനുമായ വിദ്വേഷ പ്രസംഗങ്ങൾ സാക്കിർ നായിക് ഫിഫ ലോകകപ്പിലെ ഖത്തറിന്റെ ഔദ്യോഗിക അതിഥിയായി എത്തിയിരിക്കുകയാണ്. ജിഹാദിനായി പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ഒരു തീവ്രവാദ അനുഭാവിക്കായി ലോകത്തെ മികച്ച കായിക വേദി നിങ്ങൾക്ക് എങ്ങനെ അനുവദിക്കാനാകും എന്ന് മുൻ കായിക താരം മേജർ സുരേന്ദ്ര പൂനിയ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. നിരവധി പേരാണ് ഖത്തറിൽ ലോകകപ്പിനിടെ സാക്കിർ നായിക്കിനെ ക്ഷണിച്ചതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഖത്തറിന്റെ പൊതുമേഖലാ സ്പോർട്സ് നെറ്റ്വർക്കായ അൽകാസിലെ ഫൈസൽ അൽ ഹജ്രിയാണ് നായിക്കിന്റെ ഖത്തറിലേക്കുള്ള വരവ് ട്വിറ്ററിലൂടെ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ലോകകപ്പ് വേളയിൽ പ്രഭാഷകൻ ഷെയ്ഖ് സാക്കിർ നായിക് ഖത്തറിലുണ്ടെന്നും ടൂർണമെന്റിലുടനീളം നിരവധി മതപ്രഭാഷണങ്ങൾ നടത്തുമെന്ന് ഫൈസൽ അൽ ഹജ്രിയെ ഉദ്ധരിച്ച് അൽ അറേബ്യ ന്യൂസ് ശനിയാഴ്ച ട്വിറ്ററിൽ അറിയിച്ചതോടെയാണ് ഇക്കാര്യം പുറത്തുവന്നത്. ഇന്ത്യ തേടുന്ന കുറ്റവാളി സാക്കിർ നായിക്കിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇയാൾ സ്ഥാപിച്ച ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ നിയമവിരുദ്ധ സംഘടനയായ മാർച്ചിൽ ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. 5 വർഷത്തേക്കാണ് നിരോധനം. തീവ്രവാദികളെ പുകഴ്ത്തിക്കൊണ്ട് നായിക്കിന്റെ പ്രസംഗങ്ങൾ ഇതിന് ആധാരമായി മാറി. യുവാക്കളെ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ചാവേർ സ്ഫോടനങ്ങളെ ന്യായീകരിക്കുകയും ചെയ്തതായും കണ്ടെത്തിയിരുന്നു. സാക്കിർ നായിക് ഖത്തറിലെത്തിയോ എന്ന സംശയങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ സാക്കിർ നായിക് ഖത്തറിൽ എത്തിയതായി വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ സാക്കിർ നായിക്കിനെ കാണുവാനും സാധിക്കും. ഇത്തരത്തിൽ ലോകമൊന്നടങ്കം ഉറ്റുനോക്കുന്ന ഫിഫ ലോകകപ്പിനിടെയാണ് വിവാദ ഇസ്ലാമിക് പ്രഭാഷകൻ സാക്കിർ നായിക്കിനെ മതപ്രഭാഷണങ്ങൾ നടത്താൻ ഖത്തർ ഭരണകൂടം ക്ഷണിച്ചതായുള്ള വാർത്തകൾ വരുന്നത്. ഇത് ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്. ഇന്ത്യക്കിടയിലും ഖത്തറിനിടയിലും ഇത് വിള്ളൽ ഉണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.